ജർമ്മനി ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് 7-1 വിജയമായിട്ടാണ്. അത് അവർക്കൊരു ബാധ്യതയായോ എന്ന് വേണം നമുക്ക് കരുതാൻ. ജർമ്മനി ഇക്വഡോർ 2-1 പരാജയപ്പെടുത്തിയ മത്സരത്തിൽ ജർമ്മനിയുടെ പല വീക്ക്നെസ്സും തുറന്നു കാട്ടപ്പെടുകയാണ് ഉണ്ടായത്. അറ്റാക്കിങ്ങിന്റെ നല്ല പെർഫോമൻസും ക്രിയേറ്റിവിറ്റിയും കൊണ്ട് ഇതിനെയൊക്കെ ഒരു പരിധിയിലധികം മറികടക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞിരുന്നു. ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വിജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു. കാരണം ഈ വേൾഡ് കപ്പിൽ അവർ ഒരു മത്സരം പോലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറസാവോയ്ക്കെതിരെ 0-0 സമനിലയും ഐവറി കോസ്റ്റിനെതിരെ ഒരു ഗോളിന് തോൽക്കുകയാണ് ഉണ്ടായത്. ഈ വേൾഡ് കപ്പിൽ ഗോൾ പോലും അടിക്കാൻ ഇക്വഡോറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഇക്വഡോർ ജർമ്മനിക്കെതിരെ വരുമ്പോൾ ജയിക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം ഗോൾ അടിക്കുക എന്നുള്ളത് വരെ വലിയൊരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് ജർമ്മനി പോലൊരു യൂറോപ്യൻ ഭീമന്മാർക്കെതിരെ ഇറങ്ങുന്ന സമയത്ത് 2-ാം മിനിറ്റിൽ സാനെ ഗോൾ അടിച്ചതിന് ശേഷം 7 മിനിറ്റ് കഴിഞ്ഞ് 9-ാം മിനിറ്റിൽ ഇക്വഡോർ തിരിച്ചടിക്കുകയായിരുന്നു. അതായത് ഈ വേൾഡ് കപ്പിൽ അവരുടെ ആദ്യത്തെ ഗോൾ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സമനില മാത്രം പോരാ, അവർക്ക് തീർച്ചയായിട്ടും വീണ്ടും ഗോൾ അടിക്കണമായിരുന്നു. അപ്പം അതിനെ അവർ തുടരെ പരിശ്രമിച്ചു. സെക്കൻഡ് ഹാഫിൽ അവർക്ക് നല്ലൊരു ഗോളും കിട്ടി. സാനയുടെ ആദ്യ ഗോളിൽ പാവ്ലോവിച്ചിന്റെ ഒരു ഫൗൾ ഇക്വഡോറിയൻ പ്ലെയർക്ക് നേരെ ഉണ്ടായിരുന്നു. അതൊരു ഫൗളായിട്ടും കണക്കാക്കണം, അത് ഗോളാക്കാൻ പാടില്ല എന്നാണ് ഇക്വഡോർ പറയുന്നത്. VAR അതിൽ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായില്ല. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇക്വഡോർ വീണ്ടും തുടരെ പരിശ്രമിക്കുകയും അവർക്ക് 77-ാം മിനിറ്റിൽ അടുത്ത ഗോള് ലഭിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനമായിട്ടും ജർമ്മനിയുടെ ഭാഗത്ത് ഡിഫൻസിലുള്ള ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞ പോലെ പാവ്ലോവിച്ചിന്റെ ഒരു ഫൗള്, അതെന്തോ VAR ഇന്റർവ്യൂ ചെയ്യാത്തതുകൊണ്ട് സാനയുടെ ഗോള് ഡിസലോ ചെയ്തില്ല. കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ഷ്ലോട്ടർ ബാക്കിന് ആംഗിൾ ഇഞ്ചുറി വന്നിട്ട് ഈ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായിട്ടുണ്ടായിരുന്നു. അതിന് പകരമാണ് റൂഡിഗർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. റൂഡിഗറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു അപ് ടു ദ മാർക്ക് അല്ലാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ്, ഒരു ഡിഫൻസീവ് പെർഫോമൻസ് ആണ് ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേപോലെ മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കുറവും ഒരു ലാക്ക് ഓഫ് കൺട്രോളും ഭയങ്കര എവിഡന്റ് ആയിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു അറ്റാക്കിങ്ങിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അവരുടെ ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ വളരെ രീതിയിൽ എവിഡന്റ് ആണ്. ആ ഒരു കാര്യത്തിൽ ജർമ്മനിക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഡിഫൻസ് സ്ട്രക്ചറിലേക്ക് മാറുമ്പോൾ, പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്സിനോടൊക്കെ പ്രോണാണ് ജർമ്മനി. പ്രത്യേകിച്ച് ബാക്ക് 3 എന്നൊരു സ്ട്രക്ചറിൽ കളിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എതിർ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ 2 പേര് ബാക്കിലേക്ക് വന്നത് 5 ആയിട്ട് മാറുമെങ്കിലും അവരെപ്പോഴും ഒരു കൗണ്ടർ അറ്റാക്കിന് പ്രോൺ ആണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന തരത്തിലാണ് ജർമ്മനി ആ ഒരു ടീം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ജർമ്മനി ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് 7-1 വിജയമായിട്ടാണ്. അത് അവർക്കൊരു ബാധ്യതയായോ എന്ന് വേണം നമുക്ക് കരുതാൻ. ഒരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ജർമ്മനി താഴേക്ക് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം 2-ാം മത്സരം ഐവറി കോസ്റ്റിനെതിരെ എളുപ്പത്തിലൊന്നുമല്ല ജർമ്മനി ജയിച്ചത്. അതിനൊപ്പം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മാനുവൽ നോയറിന്റെ കാര്യം, അതും പ്രത്യേകിച്ച് പറയേണ്ട 2-ാമത്തെ ഗോളിന്റെ കാര്യം. മാനുവൽ നോയറിന്റെ കയ്യിൽ നിന്നാണ് 2-ാമത്തെ ഗോൾ ആ പ്ലാറ്റ എന്നുള്ള ആള് ഗോളാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കൈയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാനുവൽ നോയർ ആ പൊസിഷൻ ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിരുന്നെങ്കിൽ സുഖമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു അത്. പക്ഷെ അത് ഗോളാക്കുകയും ഉണ്ടായി കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ ഇത്തരം പല വീക്ക്നെസ്സും തുറന്നു കാട്ടപ്പെട്ട ഒരു മത്സരമായിരുന്നു. അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അടുത്ത മത്സരങ്ങൾ കൂടുതൽ ടഫ് ആവുകയുള്ളൂ.